ഇഡ്ലി, ദോശ, ഊത്തപ്പം എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ കാര ചട്നിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചട്നി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണയെല്ലാം നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10 എണ്ണം വരെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാനിതിലേക്ക് ഒരു 10 കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുള്ളി തന്നെ ഉപയോഗിക്കുക കേട്ടോ. സവാള ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം കുഞ്ഞുള്ളി തന്നെ ചേർക്കാൻ നോക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ ഒന്ന് വാടി വരണം. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതിയാകും. ഞാനിപ്പോൾ ഇവിടെ തീയെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അധികം പുളി ഇല്ലാത്ത തക്കാളിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തന്നെയല്ല അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണിത്. ഇങ്ങനെയുള്ള ചട്നിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ പഴുത്ത് അധികം പുളി ഇല്ലാത്ത തക്കാളി വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു തക്കാളിയും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി എല്ലാം ഇവിടെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് നമ്മുടെ ചട്നിക്ക് എരിവിന് ആവശ്യമായ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചട്നിക്ക് അധികം എരിവുണ്ടാവില്ല, എന്നാൽ നല്ലൊരു കളർ ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണം എന്നാണെങ്കിൽ പകുതി ഇതുപോലുള്ള കാശ്മീരി മുളകും ബാക്കി പകുതി നമ്മുടെ സാധാരണ വറ്റൽമുളകും മിക്സ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വറ്റൽമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയമെല്ലാം ഞാൻ തീയെ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയും ഉള്ളിയെല്ലാം ആവശ്യത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, തക്കാളിയെല്ലാം നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ബാക്കി ചേരുവകളും കൂടി ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് നേരത്തെ അളന്ന് വെച്ചിരുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാ ഞാനിതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ ഇവിടെ വീണ്ടും ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. കായപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു രുചിയും മണവും ഒക്കെ ആയിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് നമ്മുടെ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ചമ്മന്തി നമ്മളിങ്ങനെ ചൂടാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ ഉണ്ടാക്കുന്ന ചമ്മന്തി വൈകുന്നേരമായാലും കേടാവാതെ ഇരിക്കും. തന്നെയല്ല നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ 1-2 ദിവസമൊക്കെ നമുക്ക് കേടാവാതെ ഉപയോഗിക്കാൻ പറ്റും. രാവിലെ ഇഡ്ലിയുടെയും ദോശയുടെയും അതുപോലെ തന്നെ ഊത്തപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണിത്. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി എല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ കാര ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ.